ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് മെയ് 8 ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുമ്പോൾ OECD കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഒരു എക്കണോമിക് തിങ്ക് ടാങ്ക് ആണ്. പാരീസ് ബേസ്ഡ് ആണ്. പാരീസ് ഫ്രാൻസിന്റെ ക്യാപിറ്റലായ പാരീസ് ആണ് എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. വേൾഡിന്റെ ഫാഷൻ ക്യാപിറ്റൽ എന്നാണ് പാരീസ് അറിയപ്പെടുന്നത്. ഫ്രാൻസിന്റെ ക്യാപിറ്റലാണ്. ഇമാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ്. അപ്പോൾ OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞ CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആണ്. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. CIIയുടെ പ്രസിഡന്റ് വിക്രം കിർലോസ്കർ ആണ്. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ്. അതുപോലെ CBDT എന്താണ്? CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ്. CBDT എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. അങ്ങനെ രണ്ട് ബോഡീസിനെ കുറിച്ച് ഞാൻ മുമ്പ് നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസും അതുപോലെ CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഡയറക്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഡയറക്ട് ടാക്സ് ആയ മെയിനായിട്ട് ഡയറക്ട് ടാക്സ് ഏതാണ്? ഇൻകം ടാക്സ് ഒക്കെ പോലുള്ള ഡയറക്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് CBDT. CBDTയുടെ ചെയർമാൻ ആണ് PC മോഡി. CBDTയുടെ ചെയർമാൻ PC മോഡിയാണ്. അതുപോലെ CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്താണ്? ഈ GST ആയിട്ട് ബന്ധപ്പെട്ട ഇൻഡയറക്ട് ടാക്സിൽ മെയിൻലി GST ആണ്. GST ഉൾപ്പെടെയുള്ള ഇൻഡയറക്ട് ടാക്സസ് ആയിട്ട് ബന്ധപ്പെട്ട ബോഡിയാണ് CBIC സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. അതിന്റെ ചെയർമാൻ അജിത് കുമാർ ആണ്. അജിത് കുമാർ ആണ് അതിന്റെ ചെയർമാൻ. ഓക്കെ, പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വറിയിങ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 50,000 കഴിഞ്ഞു കോവിഡ് രോഗികളുടെ എണ്ണം. കോവിഡ് പേഷ്യൻസിന്റെ എണ്ണം 50,000 കഴിഞ്ഞു. ആ 50,000ൽ 82% ഏകദേശം 82% വരെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ 7 സ്ഥലങ്ങളാണ്. 7 സ്ഥലങ്ങൾ പറയുമ്പോൾ 6 സ്റ്റേറ്റുകളും ഒരു യൂണിയൻ ടെറിട്ടറീസും. ആ സ്റ്റേറ്റുകളിൽ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, പിന്നീട് ഗുജറാത്ത്, മധ്യപ്രദേശ്, ഡൽഹി സ്റ്റേറ്റ് അല്ല യൂണിയൻ ടെറിട്ടറിയാണ്. പിന്നീട് UP ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോ രാജസ്ഥാൻ. അപ്പൊ ഈ 7 സ്ഥലങ്ങൾ 82% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 7 സ്ഥലങ്ങളുടെ കോൺട്രിബ്യൂഷൻ കുറവായിരുന്നുണ്ടെങ്കിൽ ബാക്കി നമ്മളുടെ കോവിഡ് പേഷ്യൻസിന്റെ എണ്ണം വളരെ വളരെ കുറഞ്ഞിരുന്നതാണ്. അപ്പൊ അതൊരു വളരെ വറിയിങ് സിറ്റുവേഷൻ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുഴുവൻ കോൺസെൻട്രേഷനും ഈ 7 സ്ഥലങ്ങളിലേക്ക് കൊടുക്കേണ്ട സമയമാണെന്നാണ് ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. ICMR ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നിങ്ങൾക്ക് അറിയാം. ICMR ബൽറാം ഭാർഗവയാണ് ICMRന്റെ ഡയറക്ടർ. ബൽറാം ഭാർഗവ. അതുപോലെ വളരെ വലിയൊരു ട്രാജിക് ഇൻസിഡന്റ് ഇന്നലെ ഉണ്ടായി. നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അതിന് സമാനമായ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞാൽ 1984 അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡിൽ ഉണ്ടായ വാതക ചോർച്ചയാണ്. തൗസൻഡ്സ് ഓഫ് ആൾക്കാർ മരിച്ചുപോയി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ 20th സെഞ്ചുറിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയൽ ട്രാജഡി ആയിരുന്നു 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അതിനുശേഷം ഇപ്പൊ ഇന്നലെ ഇന്ത്യയിലെ വിശാഖപട്ടണത്ത്, ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം, LG പോളിമേഴ്സ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ കമ്പനി, LG ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ളതാണ് സൗത്ത് കൊറിയൻ കമ്പനിയായ LG പോളിമേഴ്സ്. അവരുടെ കമ്പനിയിൽ നിന്ന് സ്റ്റൈറിൻ എന്ന് പറയുന്ന ഗ്യാസ് ലീക്ക് ചെയ്തു. STYREN സ്റ്റൈറിൻ ഗ്യാസ് ലീക്ക് ചെയ്തതിൽ 11ഓളം പേര് ഇന്നലെ തന്നെ മരിച്ചു. വളരെ പേര് ഗുരുതരാവസ്ഥയിലാണ്. എന്തായാലും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. NDRF ആണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ ഏർപ്പെട്ടിരിക്കുന്ന. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്. NDRF ദേശീയ ദുരിത നിവാരണ സേന അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റുകൾ ഇന്നലെ കുറച്ചു. കാരണം നമ്മുടെ ലോണിന്റെ റേറ്റ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പം വളരെ ചീപ്പായിട്ട് ലോൺസ് നമ്മളിലേക്ക് എത്തിക്കുക. അങ്ങനെ പോസ്റ്റ് COVID-19 പീരീഡിൽ എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടുക. ഈ ഉദ്ദേശത്തിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ലെൻഡർ SB എന്നല്ല അവരുടെ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റ് കുറച്ചു. SBയുടെ ചെയർമാൻ രജനീഷ് കുമാറാണ്. അതുപോലെ ഗ്രോഫേസ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഗ്രോസറി ഓൺലൈൻ ആപ്പാണ്. ഗ്രോസറി സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോഫേസ് എന്ന് പറയുന്ന ഗ്രോഫേസിന്റെ CEO ആണ് ആൽബീന്ദർ ധിൻസ. ALBINDER ആൽബീന്ദർ ധിൻസ. DHINDSA ആൽബീന്ദർ ധിൻസ. പിന്നീട് വെങ്കയ്യ നായിഡു രാജ്യസഭയുടെ ചെയർമാൻ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ് രാജ്യസഭയുടെ ചെയർമാൻ. ലോക്സഭയുടെ സ്പീക്കറാണ് ലോക്സഭയ്ക്ക്. ഓം ബിർളയാണ് ലോക്സഭയുടെ സ്പീക്കർ. ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീവാസ്തവ മറക്കരുത്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ദേശ് ദീപക് വർമ്മ. നിതി ആയോഗിന്റെ CEO അമിതാഭ് കാന്ത്. അതെല്ലാം നമുക്ക് അറിയാവുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് അപ്പം നിതി ആയോഗിന്റെ CEO ആരാണ്? അമിതാഭ് കാന്ത്.
പിന്നീട് CPSCയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. CPSC എന്ന് പറയുന്നത് സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് CPSCs എന്ന് പറയുന്നത്. CERC നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. CERC സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ, ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി കമ്പനികളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് പോലെ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് CERC സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. അതിന്റെ ചെയർമാൻ പ്രദീപ് കുമാർ പൂജാരിയാണ്. പ്രദീപ് കുമാർ പൂജാരി എന്ന് ഷോർട്ട് ഫോമിൽ PK പൂജാരി എന്നെഴുതും. PK പൂജാരി, പ്രദീപ് കുമാർ പൂജാരി. അത് കഴിഞ്ഞ് അതിനടുത്ത ന്യൂസിലേക്ക് പോകുമ്പോൾ ഒപെക് പ്ലസ് നേഷൻസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഒപെക് പ്ലസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒപെക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്ന ആണ്, ഓസ്ട്രേലിയ ക്യാപിറ്റൽ. ഈ ഒപെക്കിന്റെ കൂടെ, അത് സൗദി ആണ് ലീഡ് ചെയ്യുന്നത് ഒപെക്കിന്റെ കൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രീസിൽ ഒരെണ്ണമായ റഷ്യ, അതുപോലെ മറ്റു ചില രാജ്യങ്ങൾ, നോർവേ കൊണ്ടെന്ന് തോന്നുന്നു, അവരെല്ലാവരും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒപെക് പ്ലസ് ആയി. അപ്പൊ അവരുടെ ചില ഡിസിഷൻസിന്റെ ബേസിൽ ഓയിലിന്റെ പ്രൈസ് കൂടുന്നൊരു ന്യൂസാണ്. അത് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. പിന്നീട് ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ കൺസ്യൂമർ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി അല്ല, അത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ കൺസ്യൂമർ കമ്പനി FMCG കമ്പനി HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അല്ലെങ്കിൽ മരുന്ന് കമ്പനിയാണ് സൺ ഫാർമയുടെ ചെയർമാൻ ആരാണ്? ദിലീപ് ഷാങ്വി. സൺ ഫാർമയുടെ ചെയർമാൻ, ലാർജസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇൻ ഇന്ത്യ. അതുപോലെ ബ്ലൂ ചിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ മാർക്കറ്റിലെ ഹയസ്റ്റ് പെർഫോമിംഗ് ഷെയർസിനെയാണ് ബ്ലൂ ചിപ്സ് എന്ന് പറഞ്ഞാൽ. വലിയ കമ്പനികളുടെ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏറ്റവും ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഷെയർസിനാണ് ബ്ലൂ ചിപ്സ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ബ്ലൂവസ്റ്റ് ഓഫ് ഇന്ത്യൻ ബ്ലൂ ചിപ്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന കമ്പനി. ബ്ലൂ ചിപ്പുകളിൽ തന്നെ ബ്ലൂവസ്റ്റ് ആയിട്ടുള്ള ഷെയർസ് ചിലതാണ്. റിലയൻസ്, ആദിത്യ ബിർള ഗ്രൂപ്പ്, ടാറ്റ ഷെയർസ് പല, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അല്ലെങ്കിൽ ടാറ്റ സ്റ്റീൽ, ഇൻഫോസിസ്, മഹീന്ദ്ര എന്നൊക്കെ പറയുന്ന കമ്പനീസ്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ്. TLTRO ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ടാർഗറ്റഡ് ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ. അത് ആരാണ് നടത്തുന്നതെന്നറിയണം. TLTRO ടാർഗറ്റഡ് ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ നടത്തുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ യെസ് ബാങ്കിന്റെ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് യെസ് ബാങ്കിന്റെ പ്രൊമോട്ടേഴ്സിന് നല്ല അവർക്ക് ചാർജ് ഷീറ്റ് ഒക്കെ കൊടുത്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. യെസ് ബാങ്കിന്റെ കോ ഫൗണ്ടറാണ് റാണ കപൂർ. അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് അദ്ദേഹത്തിനൊക്കെ നല്ല ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടെന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. യെസ് ബാങ്കിന്റെ ഇപ്പോഴത്തെ CEO പ്രശാന്ത് കുമാറാണ്. അതുപോലെ ചില ഡെപ്പോസിറ്റുകളെ കുറിച്ച് യെസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസിലുണ്ട്. കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്താണെന്ന് അറിയിക്കണം. കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ ഇടുന്ന ഡെപ്പോസിറ്റിനാണ് കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ടുകളിൽ ഇടുന്ന ഡെപ്പോസിറ്റിന് കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയും. സേവിങ്സ് അക്കൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിനെ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതുപോലെ FD ഇടുന്ന നമ്മൾ RD ആയിട്ടൊക്കെ ഡെപ്പോസിറ്റ് ഇട്ടാൽ അതിനെ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയും. അത് കാര്യം വെച്ചാൽ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് FD ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ RD റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇതിലേക്ക് ഇടുന്ന ഡെപ്പോസിറ്റ്സ് നമ്മൾ എന്താ പറയും? ടേം ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. അപ്പം അറിഞ്ഞിരിക്കുക അത്. പിന്നീട് അത് കഴിയുമ്പോഴത്തേക്ക് HNIയുടെ എക്സ്പാൻഷൻ എന്താണ്? ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. HNIs ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. കിഷോർ ബിയാനി, ബിഗ് ബസാർ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് കിഷോർ ബിയാനി. ബിഗ് ബസാറും പാന്റലൂൺസും അതുപോലെ സെൻട്രൽ ഹൈപ്പർ മാർക്കറ്റുകളും എല്ലാം അവർക്കുള്ളതാണ്. ഫ്യൂച്ചർ ബസാറുമല്ല. പക്ഷെ അവര് മിക്കവാറും കിഷോർ ബിയാനി അതിലൊരു വലിയ ഷെയർ ആമസോണിൽ സെല്ല് ചെയ്തേക്കുന്നൊരു ന്യൂസ് ഉണ്ട്. അത് എഴുതണ്ട, അതൊരു സ്പെക്കുലേഷൻ അത് മിക്കവാറും നടക്കും. പിന്നീട് അത് കഴിഞ്ഞ് മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ നടന്ന രാജ്യമാണ്. ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടന്ന ഇയർ നടന്നിരിക്കണം 1979 ആണ് ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടന്ന ഇയർ. ഇപ്പൊ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഷിയ മുസ്ലിംസിന്റെ ലീഡറായ അയത്തുള്ള അലി ഖമേനിയാണ് ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനി ആഫ്റ്റർ ഇസ്ലാമിക് റവല്യൂഷൻ 1979. ഇങ്ങനെയാണ് അവിടെ. പിന്നീട് സുഖ്ബീർ സിംഗ് സന്ധു SINDHU സുഖ്ബീർ സിംഗ് സന്ധു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് സുഖ്ബീർ സിംഗ് സന്ധു അറിഞ്ഞിരിക്കണം. അതുപോലെ
ഈ ഇസ്രായേലിന് വലിയ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ആയിരുന്നു കഴിഞ്ഞ കുറെ കാലം കൊണ്ട്. കാരണം ഇസ്രായേലിന്റെ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞ 2-3 ഇലക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് നടത്തിയിട്ട് പോലും അവിടെ ഭൂരിപക്ഷം കിട്ടുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ റൈവലായ ബെന്നി ഗാൻസുമായിട്ട് ചേർന്ന് ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയിട്ടൊരു ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ലോ മേക്കേഴ്സൊക്കെ ചേർന്ന് കോടതിയിൽ പോയി. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന് അഗേൻസ്റ്റ് ആയിട്ട് പിന്നീട് കറപ്ഷൻ അലിഗേഷൻസ് ഉണ്ട്. പക്ഷെ അവിടുത്തെ ഹയസ്റ്റ് കോർട്ട് ഇന്നലെ വിധിച്ചു, ഈവൻ ഇഫ് ദർ ഈസ് കറപ്ഷൻ അലിഗേഷൻസ് അഗേൻസ്റ്റ് ബെഞ്ചമിൻ നെതന്യാഹു, ദ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ, ഹി ക്യാൻ ഫോം എ കോalition ഗവൺമെന്റ് വിത്ത് ഹിസ് സ്പീക്കർ, നെസറ്റിന്റെ സ്പീക്കർ. നെസറ്റ് ഓസ്ട്രേലിയയുടെ ഇസ്രായേലിന്റെ പിന്നീട് പാർലമെന്റിന്റെ പേരാണ് നെസറ്റ്. ആ നെസറ്റിന്റെ സ്പീക്കറും ആയിട്ട് ചേർന്ന് ഒരു കോalition ഗവൺമെന്റ്, ബെന്നി ഗാൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എന്റെ ഓർമ്മ, സ്പീക്കറുണ്ട്. അദ്ദേഹവും പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് ഒരു പവർ ഷെയറിംഗ് അഗ്രിമെന്റ് ഉണ്ടാക്കി അവിടെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ അവിടുത്തെ ഹയസ്റ്റ് കോർട്ട്, അവിടുത്തെ സുപ്രീം കോർട്ട് അലോ ചെയ്തിരിക്കുകയാണ്. അതാണ് മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നീട് സി വിജയകുമാർ, HCL ടെക്നോളജീസിന്റെ സിഇഒ, HCL ടെക്നോളജീസിന്റെ സിഇഒ ആണ് സി വിജയകുമാർ. അതിന്റെ ഫൗണ്ടർ ശിവ നാടാറാണ്. ഇന്ത്യയിലെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ടോപ്പിൽ വരുന്ന ഒരാളാണ് ശിവ നാടാർ. തമിഴ്നാടുകാരനാണ്. അദ്ദേഹമാണ് HCL ടെക്നോളജീസിന്റെ ഫൗണ്ടർ. അതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഡെലിവറി ആപ്പായ സ്വിഗ്ഗിയുടെ ഫൗണ്ടേഴ്സ് ശ്രീഹർഷ മജറ്റി, അദ്ദേഹമാണ് അതിന്റെ സിഇഒയും. ശ്രീഹർഷ മജറ്റി, MAJETY, രാഹുൽ ജെയ്മിനി, JAIMINI, നന്ദൻ റെഡ്ഡി, ഇവര് 3 പേരും ചേർന്നാണ് ഫൗണ്ട് ചെയ്തത്. ഏതാണ്? സ്വിഗ്ഗി. ജിയോ മാർട്ടിനെ കുറിച്ച് വലിയൊരു ന്യൂസ് ഉണ്ട്. ജിയോ മാർട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജിയോ മാർട്ട് എന്ന് പറയുന്നത് മുകേഷ് അംബാനിയുടെ റിലയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇ-കൊമേഴ്സ് കമ്പനിയാണ് ജിയോ മാർട്ട്. അതുപോലെ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി എവിടെയാണെന്ന് പറഞ്ഞിരിക്കണം, അത് ബംഗളൂരുവിലാണ്. നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി എവിടെയാണ്? ബംഗളൂരുവിലാണ് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി. അത് കഴിയുമ്പോ ഹിന്ദുവില് ഈ വന്ദേ ഭാരത് മിഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു തന്നെയാണ്. ഈ ഗൾഫിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ് വന്ദേ ഭാരത്. അതുപോലെ ഇപ്പൊ വിശാഖപട്ടണത്തെ ഗ്യാസ് ട്രാജഡിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. പിന്നീട് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? മാംഗോ ആണ് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ നാഷണൽ ഫ്രൂട്ടും മാംഗോ ആണ്. കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്നത് മാംഗോ ആണ്. എഡിറ്റോറിയൽ പേജിൽ 2 എഡിറ്റോറിയൽസ്, അത് ജസ്റ്റ് ഒന്ന് പറയാം. എഡിറ്റോറിയൽസ്, ഫസ്റ്റ് എഡിറ്റോറിയൽ ടോക്സിക് ഡിസാസ്റ്റർ. എന്തിനെ കുറിച്ചായിരിക്കും ഊഹിക്കാവുന്നില്ല. ടോക്സിക് ഡിസാസ്റ്റർ ഈ വിശാഖപട്ടണത്ത് ഇന്നലെ LG പ്ലാന്റിലുണ്ടായ, പിന്നീട് LG പോളിമേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്, അവിടുത്തെ ലീക്കേജ് മൂലം കുറെ ആൾക്കാർ മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. സ്റ്റൈറിൻ ആണ് അവിടെ ലീക്കായ വാതകം. അതുപോലെ സ്ലോ ബട്ട് സ്റ്റഡി എന്ന് പറയുന്ന സംഭവം, അത് ഇന്ത്യയില് ഇത്രയും കാലത്തെ ലോക്ക്ഡൌണിന് ശേഷവും ഇൻഫെക്ഷൻസ് കൂടുന്നു, 50,000 ക്രോസ് ചെയ്തിരിക്കുന്ന ഇൻഫെക്ഷൻസ്, അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. പിന്നീട് 2ാമത്തെ എഡിറ്റോറിയൽ, എല്ലാവരും ആ 2 എഡിറ്റോറിയൽസും വായിക്കുക. ഇന്ത്യ നീഡ്സ് ടു ഇനാക്ട് എ COVID-19 ലോ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും ആ പേജിലുണ്ട്. അതും ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സസൈസിന് വായിക്കണം. അതുപോലെ ഓപ്പോസിറ്റ് പേജിൽ 7th പേജിൽ ഷുഡ് ഹെൽത്ത് കെയർ ബി എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉണ്ട്. അതും എല്ലാവരും ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റിന് വായിക്കണം. ഒപ്പം തന്നെ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് വായിക്കാൻ പറഞ്ഞത്. പിന്നീട് അടുത്ത പേജുകളിലേക്ക് പോകുമ്പോ നത്തിങ് ഈസ് ദെയർ. NDRF ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നീട് US-ന്റെ സ്പെഷ്യൽ എൻവോയ് ഫോർ അഫ്ഗാനിസ്ഥാൻ ഇന്നലെ ഇന്ത്യ വിസിറ്റ് ചെയ്തു. US-ന്റെ സ്പെഷ്യൽ എൻവോയ് ഫോർ അഫ്ഗാനിസ്ഥാനാണ് സൽമായി ഖാലിൽസാദ്. സൽമായി ZALMAY, സൽമായി ഖാലിൽസാദ്, KHALILZAD. അദ്ദേഹം ഇന്നലെ ജയശങ്കറുമായിട്ട് ടോക്സ് നടത്തി. ജയശങ്കർ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് ജയശങ്കർ. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലുമായിട്ട് അദ്ദേഹം മീറ്റിംഗ് നടത്തി. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ KP ശർമ്മ ഒലിയാണ്. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ KP ശർമ്മ ഒലി, നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ. വെനിസ്വേല ഞാൻ ഇന്നലെയും പറഞ്ഞാണ് വെനിസ്വേലയുടെ കാര്യം. നിക്കോളാസ് മഡൂരോ ആണ് ഇവിടുത്തെ പ്രസിഡന്റ്, വെനിസ്വേലയുടെ പ്രസിഡന്റ്. പിന്നീട് PFC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. PFCയുടെ എക്സ്പാൻഷൻ ആയിരിക്കും പവർ ഫിനാൻസ് കോർപ്പറേഷൻ.
പിന്നെ BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ, അതിന്റെ പ്രസിഡന്റാണ് തോമസ് ലുണ്ട്. പ്രസിഡന്റ് അല്ല, സെക്രട്ടറി ജനറൽ. BWFന്റെ സെക്രട്ടറി ജനറൽ, ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ സെക്രട്ടറി ജനറലാണ് തോമസ് ലുണ്ട്, LUND. ഓക്കെ, അപ്പം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇത്രയാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾസ്, ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സർസൈസിലുള്ള ആർട്ടിക്കിളും അതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.